എല്ലാവർക്കും ടെക്ലൈ മനസ്സിലായി. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ പുതിയതായിട്ട് ഇറങ്ങാൻ പോകുന്ന ഐക്യു Z10 കുറിച്ചാണ്. സോ ഐക്യു Z10X Z10 ഒരു ദിവസത്തിലാണ് ഇറങ്ങുന്നത്. ഏപ്രിൽ 11 ഇന്ത്യയിൽ ഇറങ്ങാൻ പോകുന്നത്. നമുക്ക് ഓൾറെഡി നമ്മുടെ ഐക്യു Z10Xന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഐക്യു Z10ന്റെ സ്പെക്കും കണക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈൻ വൈസ് നോക്കുവാണെങ്കിൽ നിങ്ങൾ മേളിൽ കാണുന്ന സ്മാർട്ട് ഫോണാണ് ഐക്യു Z10. പ്രത്യേകിച്ച് ഒരു നമ്മുടെ വിവോ X100 ഒരു വൈബ് ഒക്കെ തരുന്നുണ്ട് ചെറുതായിട്ട്. ആ സ്മാർട്ട് ഫോണിന്റെ ബാക്ക് ഡിസൈനും ക്യാമറ ഡിസൈനൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. 7.9 ആണ് തിക്നെസ് വരുന്നത്. 199 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. പിന്നെ 25,000 താഴെയുള്ള സ്മാർട്ട് ഫോൺ ആണ്. അതുകൊണ്ട് തന്നെ മെറ്റൽ ബാക്കും ഗ്ലാസ് ബാക്കും മെറ്റൽ ഫ്രെയിം ഒന്നും പ്രതീക്ഷിക്കരുത്. ഫുൾ പ്ലാസ്റ്റിക് ബിൽഡും പ്ലാസ്റ്റിക് ബാഗ് ഒക്കെ ആയിരിക്കും വരാൻ പോകുന്നത്. പ്ലാസ്റ്റിക് ബാഗ് പ്ലാസ്റ്റിക് ഫ്രെയിം ഒക്കെയാണ് വരാൻ പോകുന്നത്. ഹൈപ്പർ റീഡിംഗ് കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. മോസ്റ്റ്ലി IP64 എന്തായാലും മിനിമം കാണും. ബിൽഡ് വെച്ച് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സ്മാർട്ട് ഫോൺ. പിന്നെ ഡിസൈൻ വൈസ് നമ്മൾ പറയുവാണെങ്കിൽ പേഴ്സണൽ പെർസ്പെക്റ്റീവ് ആണ്. ചിലർക്ക് ഇഷ്ടപ്പെടാൻ ചിലർക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കാം. പക്ഷെ മോസ്റ്റ്ലി നോക്കുമ്പോൾ ഒരു നല്ല ഡിസൈനുള്ള സ്മാർട്ട് ഫോൺ തന്നെയാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്പ്ലേ നമ്മൾ നോക്കുവാണെങ്കിൽ ലാർജർ ഡിസ്പ്ലേ ആണ് വരുന്നത്. 6.77 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് 120 Hz 10-bit AMOLED പാനലാണ് വരുന്നത്. ഇതിന്റെ ഹൈലൈറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ 5000 നിറ്റ്സ് ആണ് ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നസ്. HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറും വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ പ്രൊട്ടക്ഷൻ കാര്യവും പറഞ്ഞിട്ടില്ല. മോസ്റ്റ്ലി പാൻഡാഗ്ലാസ് ഒക്കെ ആയിരിക്കും വരാൻ പോകുന്നത്. സോ 5000 നിറ്റ്സ് ബ്രൈറ്റ്നസ് പറയുമ്പോൾ നമ്മൾ വലുതായിട്ട് പ്രതീക്ഷയൊന്നും വേണ്ട. 5000 നിറ്റ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്ക് അത് അറിയാൻ പറ്റത്തില്ല. ഇത് HDR-ലായിരിക്കും മോസ്റ്റ്ലി കാണുന്നത്. അത് ചെറിയൊരു വിൻഡോയിലായിരിക്കും 5000 നിറ്റ്സ് കാണുന്നത്. അല്ലാണ്ട് ഫുൾ ഡിസ്പ്ലേയിലൊന്നും 5000 നിറ്റ്സ് ഒന്നും വരത്തില്ല. ഫുൾ ഡിസ്പ്ലേ ചിലപ്പോൾ 1400 2000 ഒക്കെ അടുത്തായിരിക്കും കിട്ടുന്നത്. അതും ഹയർ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ ബ്രൈറ്റ്നസ് സ്ലൈഡർ വലിക്കുമ്പോൾ ഒരു 800-900 നിറ്റ്സ് ഒക്കെ ആയിരിക്കും വരാൻ പോകുന്നത്. ഔട്ട്ഡോർ ചെല്ലുമ്പോൾ ഒരു 1400 ആ റേഞ്ച് ആയിരിക്കും. HDR വരുമ്പോൾ ഒരു 3000 തൊട്ട് 4000 അങ്ങനെയൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത്. അല്ലാണ്ട് നമ്മൾ പെട്ടെന്ന് പുറത്തോട്ട് പോകുമ്പോൾ 5000 നിറ്റ്സ് ഒന്നും വരത്തില്ല. ജസ്റ്റ് ബ്രാൻഡ്സ് നമ്മളതിൽ എന്താ പറയുക പെട്ടെന്ന് ആകർഷിക്കാൻ വേണ്ടി കാണിക്കുന്നതാണ് 5000 നിറ്റ്സിനൊക്കെ. സോ ഡിസ്പ്ലേ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഓഡിയോയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്. പിന്നെ നമുക്കറിയാം ഹെഡ്ഫോൺ ജാം കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ മൾട്ടിമീഡിയ എക്സ്പീരിയൻസിന് അടിപൊളി സ്മാർട്ട് ഫോൺ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. ഇത് പ്രത്യേകിച്ച് ഒരു പെർഫോമൻസ് ഓറിയന്റഡ് സ്മാർട്ട് ഫോൺ ആണ്. സോ കാശ് അപ്പോൾ നമുക്ക് ഇനി പെർഫോമൻസ് കാര്യത്തിലേക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. സോ പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 7S Gen 3 ആണ്. ഇവിടെ 4 നാനോമീറ്റർ TSMC മാനുഫാക്ചറിംഗ് പ്രോസസ്സാണ് ബിൽഡ് ചെയ്തേക്കുന്നത്. സ്പെക്കർ കൊടുത്തിട്ടുണ്ട്. അൾട്രീനോ 810 GPU ഒക്കെയാണ് വരുന്നത്. കേബിൾ ആയിട്ടുള്ള ചിപ്സെറ്റ് തന്നെയാണ്. 25,000 താഴെ വരുമ്പോൾ അത്യാവശ്യം നല്ല ഗെയിം പെർഫോമൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ഐക്യൂവിന്റെ ഒരു സോഫ്റ്റ്വെയർ ഒക്കെ ആയതുകൊണ്ട് തന്നെ ഗെയിമിംഗ് ഓറിയന്റഡ് സോഫ്റ്റ്വെയർ ഒക്കെയാണ് അവർ ഉപയോഗിക്കുന്നത്. മീൻസ് ഗെയിമിംഗ് ഒപ്റ്റിമൈസ്ഡ് ആണ്. ആൻഡ്രോയിഡ് സ്കോർ നമ്മൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ 8,10,757 ആണ്. CPU 2,69,704, GPU 2,05,109 ആണ്. സോ GPU സ്കോറും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ നമുക്ക് അത്യാവശ്യം നല്ല സ്കോർ നമുക്ക് ആൻഡ്രോയിഡ് വേർഷൻ 10 കിട്ടുന്നുണ്ട്. സോ PUBG എന്നൊരു പ്രശ്നമല്ല ഈ സ്മാർട്ട് ഫോൺ ശരിക്കും പറഞ്ഞാൽ 60 FPS 90 FPS ഒക്കെ ഈസി ആയിട്ട് കളിക്കാൻ പറ്റുന്നൊരു സ്മാർട്ട് ഫോൺ തന്നെ ആയിരിക്കും ഇത് അണ്ടർ 25K. സോ കിട്ടുന്ന ചിപ്സെറ്റ് ആണ്. പിന്നെ TSMC 4 നാനോമീറ്റർ ആണ് ബിൽഡ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല എഫിഷ്യന്റ് ആണ്. പിന്നെ Cortex A720 CPU കോഴ്സ് ഒക്കെയാണ്. അതും നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള കോഴ്സ് ആണ് ഉപയോഗിച്ചേക്കുന്നത്. സോ പെർഫോമൻസ് എനിക്ക് ഒരു കുഴപ്പം കാര്യങ്ങളൊന്നും വരില്ല. OS നമ്മൾ നോക്കുകയാണെങ്കിൽ FunTouchOS 15 ആണ്. Android 15 ഔട്ട് ഓഫ് ദ ബോക്സ്. 2 വർഷം ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 3 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് വരുന്നത്. 25,000 സ്മാർട്ട് ഫോണിൽ 2 വർഷം പോരാ ശരിക്കും പറഞ്ഞാൽ. 3 ഇയേഴ്സ് എങ്കിലും മിനിമം കൊടുക്കണം നമ്മൾ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്. 4 വർഷമെങ്കിലും സെക്യൂരിറ്റി അപ്ഡേറ്റ് കൊടുക്കണം. പക്ഷേ ഇതാണ് നമുക്ക് കിട്ടുന്നത്, വേറെ വഴിയില്ല. സോ നമുക്കിവിടെ കിട്ടുന്നത് 2 വർഷം ആൻഡ്രോയിഡ് അപ്ഡേറ്റും 3 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ്. പിന്നെ FunTouchOS അത്യാവശ്യം നല്ല ഒപ്റ്റിമൈസ് ആയിട്ടുള്ളൊരു UI ആണ്. ഗെയിമിംഗ് ഓറിയന്റഡ് UI ആണ്. പിന്നെ ഇച്ചിരി ബ്ലോട്ട്വെയർസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കത് അൺഇൻസ്റ്റാൾ ചെയ്യാവുന്നേ ഉള്ളൂ. അല്ലാണ്ട് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല വോയിസ് തന്നെയാണ് വേണം. ക്യാമറ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഡുവൽ ക്യാമറ സെറ്റപ്പ് ആണ് പുറകിൽ വരുന്നത്. നമുക്കൊരു പ്രൈമറി ഒരു 50 മെഗാ പിക്സൽ f1.8 വരുന്ന സോണി IMX 882 ആണ് വരുന്നത്. OS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4K 30 FPS പിന്നെ 2 മെഗാ പിക്സൽ ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. പിന്നെ സെൽഫി നമുക്ക് ഒരു 32 മെഗാ പിക്സൽ f2.2 സെൽഫി ക്യാമറ 1080p 30 FPS. ക്യാമറ ഓറിയന്റഡ് സ്മാർട്ട് ഫോൺ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കേപ്പബിൾ ആയിട്ടുള്ള ക്യാമറ ഒക്കെ വരുന്നുണ്ട്. പ്രൈമറി സെൻസർ കാരണം ആകെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സെൻസർ ഉള്ളല്ലോ. സോണി IMX 882 എന്ന് പറഞ്ഞാൽ ലിറ്റിയ 600 ഒക്കെ പോലെ തന്നെ ഇച്ചിരി ചെറിയ സെൻസറാണ്. 1/1.95 ഇഞ്ച് സെൻസറാണ്. ചെറിയ സെൻസറാണ്. സോ ലോ ലൈറ്റിന്റെ അത്ര പെർഫോമൻസ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. പക്ഷെ ഡേ ടൈമിലൊക്കെ അത്യാവശ്യം നല്ല ഷോട്ട്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ ബാറ്ററി ആയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ 7300 mAh ബാറ്ററി ലാർജർ ബാറ്ററിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സിലിക്കൺ കാർബൺ ബാറ്ററിയാണ് 7300 mAh. അപ്പോൾ നമുക്ക് എത്രമാത്രം ബാക്കപ്പ് നമുക്ക് കിട്ടുമെന്ന് ആലോചിക്കാം. നമുക്ക് 90 വാട്ടിന്റെ ചാർജർ ബോക്സിൽ കിട്ടും. സോ 0 to 100% ഒരു മണിക്കൂർ 15 മിനിറ്റ് കൊണ്ടൊക്കെ ആവും. സോ ബാറ്ററി ലൈഫിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം നിങ്ങൾക്ക് വരാൻ പോകുന്നില്ല. 7300 mAh വലിയ ബാറ്ററിയും വരുന്നുണ്ട്. സിലിക്കൺ കാർബൺ ബാറ്ററി ആയതുകൊണ്ട് തന്നെ അധികം സ്മാർട്ട് ഫോണിന്റെ തിക്നെസ് ഒന്നും കൂടിയിട്ടില്ല. സോ അത് നല്ലൊരു കാര്യം തന്നെയാണ്.
കണക്ടിവിറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ 5G ആണ്, ബ്ലൂടൂത്ത് 5.4 വരുന്നുണ്ട്, വൈഫൈ 6, IR ബ്ലാസ്റ്റർ, USB Type C 2.0 ആണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല കണക്ടിവിറ്റി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നെക്സ്റ്റ് മെയിൻ കാര്യം പ്രൈസ് ആണ്. 3-4 വേരിയന്റ് കാണും. 8GB 128, 8GB 256, 12GB 256. നമ്മുടെ സെയിം നമ്മുടെ iQOO G9 G9s ഒക്കെ ഇറങ്ങിയ ആ സെയിം പ്രൈസ് റേഞ്ചിൽ തന്നെ എനിക്ക് ഇത് ഇറങ്ങാൻ പോകുന്നത്. സോ ഒരു 22,000 തൊട്ട് 25,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെയാണ് ഈ സ്മാർട്ട് ഫോൺ ഇറങ്ങാൻ പോകുന്നത്. ആ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്മാർട്ട് ഫോൺ ആണ് ശരിക്കും പറഞ്ഞാൽ. കാരണം പെർഫോമൻസ് ഓറിയന്റഡ് സ്മാർട്ട് ഫോൺ ആണ്. നമുക്കൊരു അത്യാവശ്യം നല്ല ബിൽഡ് വരുന്നുണ്ട്, നല്ല ഡിസ്പ്ലേ വരുന്നുണ്ട്, പെർഫോമൻസ് നല്ലതാണ്. പിന്നെ ക്യാമറ ഇച്ചിരി പുറകിൽ നിൽക്കുന്നേ ഉള്ളൂ. ബാറ്ററി കാര്യത്തിൽ നല്ലതാണ്. ഗെയിം ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഗെയിമിംഗ് ഓറിയന്റഡ് സ്മാർട്ട് ഫോൺ ആണ്. സോ ഗെയിമിങ്ങിന് വേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഡിസ്പ്ലേ, നമുക്ക് പെർഫോമൻസ്, ബാറ്ററി, ഈ 3 കാര്യങ്ങൾ ഇതിൽ ഫണ്ടമെന്റൽ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ക്യാമറ ഓറിയന്റഡ് ആണ് നിങ്ങളെങ്കിൽ ഈ സ്മാർട്ട് ഫോൺ എടുക്കാണ്ടിരിക്കുകയാണ് നല്ലത്. കാരണം അത്ര വലിയ സെൻസറും കാര്യങ്ങളൊന്നും അല്ല ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്, ചെറിയ സെൻസറാണ്. അതുകൊണ്ട് തന്നെ ബെറ്റർ ഓപ്ഷൻസ് ഉണ്ട് ഈ പ്രൈസ് റേഞ്ചിൽ. സോ അതിട്ട് പോകണമായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പെർഫോമൻസ് ഓറിയന്റഡ് സ്മാർട്ട് ഫോൺ ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇതെടുക്കാനായിരിക്കും നല്ലത്. കാരണം iQOOന്റെ അത്യാവശ്യം നല്ല ഒപ്റ്റിമൈസേഷൻ ആണ് വരുന്നത്. പിന്നെ പോക്കോയും ഉണ്ട് ഈ പ്രൈസ് റേഞ്ചിൽ. ചിലർക്ക് പോക്കോ എടുക്കാൻ താല്പര്യം ഇല്ലായിരിക്കും. അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ iQOO Z10 ആയിരിക്കും ഇച്ചിരി നല്ലത്. സോ ഗൈസ്, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇതാണ് iQOO Z10ന്റെ സ്പെക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കുറച്ചുകൂടി ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടാനുണ്ട്, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫീച്ചർ നോക്കി നെക്സ്റ്റ് വീഡിയോ